ഏക മകൾക്ക് താൻ നൽകിയ ആദ്യത്തെ ചുംബനം അവളുടെ 9ാമത്തെ വയസ്സിൽ അവളുടെ ശവശരീരത്തിലായിരുന്നുവെന്ന് മലയാളത്തിലെ മൗലിക ചിന്തകനായിരുന്ന കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞതായിട്ടുള്ളൊരു ഓർമ്മ നമുക്കിടയിൽ ഒട്ടൊക്കെ പ്രചാരത്തിലുണ്ട്. വികാരം പ്രകടിപ്പിക്കാത്ത ഗൃഹനാഥന്മാരുടെയും ചിന്തകരുടെയും മാത്രമല്ല, രാഷ്ട്രജീവിതത്തിൻ്റെ തന്നെ വഴിയിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉടലുകൾ അവയുടെ ജഡാവസ്ഥയിൽ നിന്ന് ധാർമ്മികമായ സങ്കടങ്ങൾ ഉണർത്തും. ഒട്ടുമിക്കപ്പോഴും ബലാത്സംഗം ചെയ്ത പെണ്ണുങ്ങളുടെ ഉടലിനു പോലും തെളിവില്ലാതാക്കുന്ന രാജ്യമാണിത്. ഇടയ്ക്കെപ്പോഴോ ആ ഉടലിൻ്റെ പേരിൽ കണ്ണീർ വാർക്കുന്നതും കാണാം. ജനനവും മരണവും മനുഷ്യൻ ചുംബനങ്ങളാൽ അടയാളപ്പെടുത്തുന്നുവെന്നും അവ ഭാരമേറിയ 2 കല്ലുകൾ പോലെയാണെന്നും 2 ചുംബനങ്ങൾക്കിടയിലെ അവസ്ഥയാണ് ജീവിതമെന്നും മലയാളത്തിൽ ഒരു ശില്പി അവളുടെ ശില്പത്തിൽ കാണിച്ചിട്ടുണ്ട്. അത്ര പണ്ടൊന്നുമല്ല, ഈ 2019 ശില്പിയുടെ പേര് ചിത്ര EG. നാം ജീവിക്കുന്ന ഈ ബലാത്സംഗ രാഷ്ട്രത്തിൽ മക്കളുടെ ശരീരം അന്ത്യചുംബനങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അവ ഉടലോ തെളിവോ അവശേഷിപ്പിക്കാതെ കരിഞ്ഞു പോകാം. പോലീസുകാർ കാവൽ നിൽക്കുന്ന ജീവച്ഛവങ്ങളായി അവശേഷിക്കാം. ജനിക്കും മുൻപേ പുറന്തള്ളപ്പെടാം. ചുറ്റുപാടും ഭയം നിറയുന്നു. എന്നാൽ ഭയത്തിൻ്റെ ഭാഗമാണ് മൗനമെന്നും അതിനെ മറികടക്കലാണ് കലയെന്നും ചിത്ര കരുതുന്നു. അതുകൊണ്ട് ശില്പി എന്ന നിലയ്ക്കുള്ള ചിത്രയുടെ ഇതുവരെയുള്ള ജീവിതം തന്നെ കലാകാരിയുടെ വംശാവലികളിൽ അനന്യമായി അടയാളപ്പെടുന്നു. ശില്പത്തിൽ ഒരു കലാകാരിയുടെ ചിന്താപദ്ധതികൾ പ്രയോഗത്തിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ ലോക കലാചരിത്രത്തിൽ തന്നെ ശില്പകല ചിത്രകലയെ അപേക്ഷിച്ച് വളരെ കൂടുതൽ പുരുഷ കേന്ദ്രിതമായ ഒരു മൂല്യവ്യവസ്ഥയെയാണ് അരക്കിട്ടുറപ്പിക്കുന്നത്. ഇന്ത്യൻ സ്ഥപതി പാരമ്പര്യങ്ങളിലും സ്ത്രീകളുടെ ശില്പി സാന്നിധ്യത്തിന് ഇതുവരെ തെളിവില്ല. ആത്മീയമായ മോക്ഷപ്രാപ്തിയിൽ തങ്ങളൊഴികെ ആർക്കും ഇടമില്ലെന്നുള്ള ബ്രാഹ്മണ അൺമേധാവിത്വപരമായ പരമ്പരയുടെ മൂല്യങ്ങൾ സന്നിവേശിപ്പിച്ച ഒരു വിശ്വകർമ്മ പദ്ധതിയിൽ രൂപപ്പെട്ടതാണ് ഇന്ത്യയിൽ ശില്പി എന്ന പദവി. അതുകൊണ്ട് ശില്പത്തിലെ സ്ത്രീ വാഴ്ത്തപ്പെടുമെങ്കിലും യഥാർത്ഥ സ്ത്രീക്ക് അവളുടെ ശരീരം തന്നെ അശുദ്ധമാക്കപ്പെടുന്ന ഒരു നിഷ്കാസിത ജീവിത വ്യവസ്ഥ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഒരു ശില്പിയാകാൻ സാധിക്കാത്തത്. ശില്പം നിർമ്മിക്കാൻ വേണ്ടതായ ശാരീരിക അധ്വാനം താരതമ്യേന ദുർബല ദേഹമുള്ള സ്ത്രീക്ക് വെല്ലുവിളികൾ ഉള്ളതാണെന്നതാകട്ടെ കുറെ കൂടി ഉദാരമനസ്കവും ആധുനികവുമായ ഇന്നത്തെ പുരുഷാധിപത്യത്തിൻ്റെ ധാരണയാണ്. പെണ്ണിന് തന്നെക്കാൾ ഇത്രയും വലിയ ശില്പം അങ്ങനെ തനിയൊക്കെ ഉണ്ടാക്കാനാകുമോ? ഭർത്താവായ ആ യുവാവാകും സഹായിക്കുന്നത്. പക്ഷെ അഭിമുഖം ഇരുന്നപ്പോൾ അവരുടെ കൈകളിൽ ശില്പപ്പണി ചെയ്തതിൻ്റെ തഴമ്പ് കാണാമായിരുന്നു. ഒരുപക്ഷെ അവർ തന്നെയാകാം ചെയ്യുന്നത്. അതോ അല്ലെന്നുണ്ടോ? ചിത്ര പലപ്പോഴും കേട്ടിട്ടുള്ള ഊഹാപോഹങ്ങൾ തന്നെയാണിത്. എല്ലാം പോട്ടെ, ശില്പത്തിന് വേണ്ടതായ ബൗദ്ധികതയും സ്ത്രീ സഹജമല്ല എന്നുള്ള ധാരണ പ്രബലമാണ്. മനുഷ്യവംശത്തിൻ്റെ സംസ്കാര തുടക്കങ്ങളിൽ തന്നെ സ്മാരക വലുപ്പത്തിൽ ചെയ്യുന്ന കലാസൃഷ്ടിയാണ് ശില്പം. വാസ്തുവിദ്യാപരമാണ് അതിൻ്റെ നിലനിൽപ്പ്. ഈ വലുപ്പം കരുത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രതീകമാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ മൂർത്തിഭാവമായൊരു ശില്പമായി കണക്കാക്കപ്പെടുന്ന ദി തിങ്കർ, ചിന്താമഗ്നൻ ആയി ഒരു സ്ത്രീയെ ഭാവന ചെയ്യുന്നത് അക്കാലത്തും ദുഷ്കരമാണ്. സ്ത്രീകളായ ബുദ്ധിജീവികൾക്ക് ആരാധകപ്പട ഇല്ലാതിരിക്കുക എന്നത് കേരളത്തിലെ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ ചരിത്രപരമായ പതിവാണെന്നുള്ള സ്ത്രീവാദ സംസ്കാര ഗവേഷക ജെ ദേവികയുടെ പ്രസ്താവന വേണമെങ്കിൽ ഇതോട് കൂട്ടി വായിക്കാം. നർത്തകിയോ അലങ്കാര വിഭൂഷിതയോ നഗ്നയോ ആയിട്ടാണ് സ്ത്രീകൾ പൊതുവെ കല്ലിൽ കൊത്തിവെക്കപ്പെടുന്ന കവിതയാകാറുള്ളത്. ഇങ്ങനെ ബൗദ്ധിക ജീവിതത്തിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചിത്രീകരണങ്ങൾ, അസംബന്ധങ്ങൾ ജീവിച്ചു തീർക്കുന്നത് കാരണം കലാകാരി പലപ്പോഴും മറ്റൊരു ആന്തരലോകം കൊണ്ട് തലകുത്തി മറിയുന്നു. തടിച്ചു കുറുകിയ ശരീരമുള്ളവരും സ്ഥാനത്തും അസ്ഥാനത്തും വേഷഭൂഷകൾ കൊണ്ട് കൂസലന്യെ കാഴ്ചപ്പുറങ്ങൾ ഒരുക്കി തലകുത്തി മറിയുന്നതുമായ പെണ്ണുടലുകൾ കൊണ്ട് പോർച്ചുഗീസ് കലാകാരി പോള റീഗോയുടെ പെയിൻറ്റിങ്ങുകൾ നിറഞ്ഞത് വെറുതെയല്ല.
ലോകജീവിതത്തിലെ സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്ത്രീ എന്ന ഉൾബോധം അവയിലൊക്കെ ശക്തമാണ്. ഉദാഹരണത്തിന് ജെർമെയിൻ ഗ്രീർ എന്ന ഫെമിനിസ്റ്റ് അക്കാഡമിക് പണ്ഡിതയുടെ പോർട്രേറ്റ് 1995 ചെയ്തത് സാമാന്യനെ പ്രതീക്ഷിക്കാവുന്ന പോലെ ഒരു പ്രൗഢയുടെയല്ല, സ്വന്തം അവസ്ഥയിൽ കൂസലില്ലാത്ത ഏതൊരു സ്ത്രീയുടെയും ബോധമാണ് ആ പണ്ഡിതയിലും ധ്വനിപ്പിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ വലുപ്പം, കരുത്ത്, പ്രതാപം, കലാകാരത്വം തുടങ്ങിയവയെല്ലാം ആൺമൂല്യമായിരിക്കെ പെൺശരീരം അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഒരു അധപ്പതിച്ച വസ്തുവായി മനസ്സിലാക്കേണ്ടി വരുന്നു. എ ഫാളൻ ഒബ്ജക്റ്റ്. പുരുഷനിർമ്മിത ഭാവനയിൽ മാത്രം അത് ഉദാത്ത കലാവസ്തുവെന്ന് തീർച്ചപ്പെട്ടേക്കാം. ഇത്തരമൊരു ലോകത്ത് ഒരു കലാകാരി എന്ന നിലയിൽ തൻ്റെ ഇടം എന്താണെന്നതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങാൻ ഓരോ സ്ത്രീക്കും അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കും. ഉടൽബോധം, വ്യക്തിജീവിതം, വീട്ടനുഭവങ്ങൾ തുടങ്ങിയ കാരണങ്ങളെ കൂട്ടിയിണക്കിയതാണ് കലാചരിത്രത്തിലെ ആദ്യകാല യൂറോ അമേരിക്കൻ സ്ത്രീവാദം. 70കളിലെയും 80കളിലെയും സമൂല വിപ്ലവങ്ങളിലേക്കുള്ള വികാസത്തിൽ കലാകാരി എന്ന നിലയിൽ തൻ്റെ സമൂഹ ചരിത്രത്തിൽ ഇടമെന്താണ് എന്ന പരിഗണന കൂടുതൽ ശക്തമായി. പിന്നീട് ജെൻഡറിനെ ഒട്ടൊക്കെ അതിജീവിക്കാമെന്ന് ഏത് ചെറുപ്പക്കാരിക്കും തോന്നിച്ച ഒരു ശക്തിയായി സാമ്പത്തിക ഉദാരവൽക്കരണം ലോകത്താകമാനം വ്യാപിച്ചു. അങ്ങനെ ഒരു കാലത്തിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ കേരളത്തിൽ ഇന്ന് ചിത്രയെ കാണുന്നത്. സ്ത്രീവാദം മലയാളി സ്ത്രീകളിൽ പൊതുവെ ഉണ്ടാക്കിയ ചലനങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ അത്രയധികം കലാകാരികളെയൊന്നും കാണില്ല. അനില ജേക്കബ്, ഹസീന തുടങ്ങി ചിലരൊഴികെ. ശില്പകലയുടെ ജീവിത തത്വശാസ്ത്രം കൊണ്ട് മാത്രം നിലനിൽക്കാൻ ശ്രമിച്ചവരെ നോക്കിയാലാകട്ടെ തീർത്തും വിരളം. അതുകൊണ്ട് ആരും വെട്ടാത്ത വഴിയാണ് ചിത്ര വെട്ടുന്നത്. അതായത് വലുപ്പം, കരുത്ത്, കലാകാരത്വം എന്നീ ആൺമൂല്യങ്ങളെ ബോധപൂർവം ഒരു സ്ത്രീയുടെ ജീവിതാനുഭവങ്ങളോടെ സമീപിക്കുകയാണ്. അതോടെ ഒരു സ്ത്രീയുടെ ബൗദ്ധികതയിൽ ശില്പകല എന്നത് വൈരുദ്ധ്യാത്മക തത്വദർശനമാകുന്നു. അതിന് ബോധപൂർവമുള്ള ജെൻഡർ നിർവികാരതയിലെത്താനുള്ള പരീക്ഷണമാണ് ചിത്രയുടെ ശില്പങ്ങൾ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു സ്ത്രീയുടെ ജീവിതാനുഭവങ്ങൾ? മനുഷ്യചരിത്രത്തിൽ അടിമയുടെ അനുഭവങ്ങളിലുള്ളത് പലതും ഏറിയും കുറഞ്ഞും എല്ലാ നിലകളിലുമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നു. അടിസ്ഥാനപരമായി ശരീരത്തിന് ജീവൻ്റെ പരമമായ ഉദാത്തത തടയപ്പെടുന്നു. അത് മറുത്തൊരു ചോദ്യമില്ലാതെ പ്രഹരിക്കപ്പെടാവുന്നതാകുന്നു. അതിന് ഉണർവ് നിഷേധിക്കപ്പെടുന്നു. സ്വതന്ത്ര സ്ഥലങ്ങളിൽ അത് വിലക്കപ്പെടുന്നു. അത് വേദനയുടെ മുഴുമുതലാകുന്നു. കേരളത്തിൽ ആധുനിക ശില്പകലയുടെ ഒരു നാഴികക്കല്ലായി എണ്ണുന്നത് മലമ്പുഴ ഡാമിൽ കാനായി കുഞ്ഞിരാമൻ ചെയ്ത കൂറ്റൻ സ്ത്രീരൂപമാണ്. യക്ഷി എന്നതിനെ പൊതുവെ നമ്മൾ വിളിക്കുന്നു. ആ ശില്പത്തിന് മോഡലായ നഫീസ എന്ന സ്ത്രീയുടെ മരണമായിരുന്നു ഒരു സമീപകാല വാർത്ത. പാവാട കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗം വരെ ഉയർത്തിവെച്ച് എന്നാൽ തൻ്റെ നഗ്നത ഒരു തരത്തിലും വെളിപ്പെടുത്താതെ ശില്പിയുടെ വിഖ്യാത ശില്പത്തിന് ഊർജമായി മാറിയ സ്ത്രീ എന്നാണ് അവരെക്കുറിച്ച് വന്ന വാർത്തകൾ. ശില്പിയുടെ സ്ത്രീക്ക് അങ്ങനെ ഇരിക്കാം, യഥാർത്ഥ സ്ത്രീ അങ്ങനെ ഇരുന്നില്ല കേട്ടോ എന്ന് കൃത്യം സാക്ഷ്യപ്പെടുത്താനുള്ള ധൃതി ആ പത്രവാർത്തയിലുണ്ട്. എന്നാലോ സ്ത്രീ കൂടി ഭാഗവാക്കായ സമൂഹത്തിൽ ഭാവനയുടെ ചരിത്രം പെണ്ണുടലുകളെ ഉദാത്തമായി ചിത്രീകരിക്കുകയും ഈ ഉദാത്തതയുടെ സൃഷ്ടിയിൽ യഥാർത്ഥ പെണ്ണിന് അവൾ ശില്പിയോ തൊഴിലാളിയോ ഇതൊന്നും കൂടാതെ വീട്ടമ്മയോ ഒക്കെ ആയിക്കൊള്ളട്ടെ സ്വതന്ത്രമായ പങ്കില്ലാതാക്കുകയും ചെയ്യുന്നു. ഈ പ്രതിസന്ധിയാണ് ഭാവനയും യാഥാർത്ഥ്യവും രണ്ടായി പ്രയോഗത്തിൽ വരുത്തുന്ന സുദീർഘമായ ആൺകലാകാര ചരിത്രത്തെ അവിശ്വസിക്കുക എന്നത് കലാകാരിയുടെ രീതിയാക്കിയത്. ലിംഗവിവേചിതമായൊരു സമൂഹത്തിൽ ആൺമനസ്സിലെ പെൺഭാവനയായി കാണപ്പെടുന്നത് ആഘോഷിക്കപ്പെടുന്നു. അതിൻ്റെ പകർപ്പല്ലെങ്കിൽ പെൺഭാവനയിലെ പെണ്ണ് ആഘോഷിക്കപ്പെടുന്നില്ല. ആ പ്രതിനിധാനത്തിന് എന്തായിരിക്കും പദവി? അത് ചരിത്രപരമായി വേറിടുന്നവളുടെ മാത്രം സ്വത്വാന്വേഷണമാണ്. സ്വന്തമായ ഒരിടത്തെക്കുറിച്ചുള്ള ആലോചന. കുട്ടിക്കാലത്തിൻ്റെ ചില നല്ലതല്ലാത്ത ഓർമ്മകൾ വേട്ടയാടുമ്പോൾ ചിത്രയുടെ ശില്പത്തിൽ കാണുന്നത് ഉടലില്ലാതെ നടന്നു വന്ന് എന്തിനെയോ ചോദ്യം ചെയ്യും വിധം
കൈ അരയിൽ കുത്തി നിൽക്കുന്ന പെൺകുട്ടിയാണ്. ജഡമാകാത്തവൾ, വ്യവസ്ഥയുടെ നിർവികാര ചുംബനങ്ങൾക്കിടയിൽ ഉണർവോടെ ഗർവോടെ നിൽക്കുന്നവൾ. സ്വന്തം വഴി അന്വേഷിക്കുമ്പോൾ ജീവിതം കഠിനമാകുന്നു, നിരാലംബമാകുന്നു. ആ കാഠിന്യത്തെ എങ്ങനെ മൃദുവാക്കി കൊണ്ടുവരാം എന്ന അന്വേഷണം പിന്നെ അതിജീവനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊരുവൾ കല്ലിൽ ശില്പം ചെയ്യുമ്പോൾ അതിൽ പ്രതാപം മാത്രമല്ല കാണുക, അതിൽ മൃദുത്വം, ഊഷ്മളമായ മനുഷ്യബന്ധത്തിൻ്റെ ചേർത്തുപിടിക്കൽ, ഇതിൻ്റെയൊക്കെ സാധ്യത കാണും. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഉടലുകൾക്കായുള്ള പോസ്ചർ എന്തെന്ന അന്വേഷണം അവിടെ വരുന്നതാണ്. ആ അന്വേഷണം ശില്പിക്കും ശില്പം കാണുന്നവർക്കും സമ്മോഹനമാണ്. അത് യോഗനിദ്രയിൽ സംഭവിക്കുന്നതായി ചിത്ര അതിനെ ഒരു ഘട്ടത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ സ്വതന്ത്രമായ ആവിഷ്കാരം എന്നർത്ഥത്തിൽ അബ്രിയാക്ഷൻ എന്ന ഒരു സീരീസ് അങ്ങനെ വന്നതാണ്. അവിടെയാണ് മുടി ഒരു അസാമാന്യ ശക്തിയുടെ രൂപകമാകുന്നത്. ഗവൺമെൻറ് കമ്മീഷനുകളുടെ കുത്തകാവകാശി അല്ലാത്തിടത്തോളം കേരളത്തിൽ ഒരു ശില്പിക്ക് തൻ്റെ വർക്ക് ചെയ്യാൻ മികച്ച പൊതുസ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട്. അതിനാൽ ലഭ്യമാകുന്ന ഏതിടത്തും ചിത്ര വർക്ക് ചെയ്യും. ബിനാലയുടെ ഭാഗമായി ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലും ആർട്ട് ഗാലറിയുടെ ഭാഗമായി ഒരു ഇൻറ്റീരിയറിലും അബ്രിയാക്ഷൻ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കി. ഇന്ദ്രജാലത്തിലെന്ന പോലെ നിദ്രാത്മകമായി തിരശ്ചീനമായി നിൽക്കുന്ന അബ്രിയാക്ഷൻ മറ്റൊരു തരത്തിൽ ഒരു ചിന്തകയുടെ ആത്മാവിഷ്കാരമായി, ഉണരാൻ വെമ്പുന്ന, ഉടലാകെ കൊണ്ട് ചിന്തിക്കുന്ന ഒന്ന്. വലിഞ്ഞുമുറുകി കൈകുത്തി മുന്നോട്ടാഞ്ഞ പുരുഷൻ്റെ മൂലരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തയെ ഭാരരഹിതമായ ഒരു ഉടലവസ്ഥയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ചിത്ര. പലപ്പോഴും സ്വന്തം ശരീരത്തിൽ നിന്ന് മോൾഡെടുക്കുന്ന രീതിയുണ്ട് ചിത്രയ്ക്ക്. അപ്പോൾ പോലും തൻ്റെ സ്ത്രീ സത്താപരമായ ഗുണങ്ങളിൽ മതിമറക്കുന്ന ആത്മരതിയില്ല. ലൈംഗികേതരമായൊരു ശരീരത്തിൻ്റെ സാധ്യത തിരയിലുണ്ട് താനും. 4 ചുവരിൽ നിന്ന് പുറത്തേക്കൊക്കെ കുതിച്ചു നിൽക്കുന്ന ശരീരമാണെങ്കിൽ പോലും അത് കുടുങ്ങിപ്പോകുന്ന പിൻവലികളുണ്ട്. ഉടലിനെ ഉണർവിൻ്റെ ചിന്താരൂപകമാക്കിയ മുടി തന്നെ നിയന്ത്രണങ്ങളിലേക്കുള്ള ശക്തമായ പിൻവലിക്കലിൻ്റെ രൂപകവും ആകുന്നു. ഒരേ സമയം തൻ്റെ കാമചോദനകളുടെയും നിത്യജീവിത ഭാരത്തിൻ്റെയും പുരുഷ വിലക്കുകളുടെയും അശുദ്ധി ചിന്തകളുടെയും ഒക്കെ ഭാഗമാകയാൽ മുടി സ്ത്രീകൾക്ക് എങ്ങനെ ഒരു നിർബന്ധിത സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്നു എന്ന ആലോചനയുമുണ്ട്. അത് സമകാലികരായ മിക്ക സ്ത്രീകളുടെ വർക്കിലും കാണുന്ന ചിന്ത തന്നെ. കലാപഠനം മിക്ക സ്ത്രീകൾക്കും വീടുമായുള്ള കഠിനമായ വിയോജിപ്പുകളുടെ കൂടി കാര്യമാകാറുണ്ട്. മുടി മുറിക്കുക എന്നത് വലിയൊരു സ്വാതന്ത്ര്യമായി അനുഭവപ്പെട്ട് അത് ചെയ്യുന്നവർ അപൂർവമായി ഉണ്ട്. പക്ഷേ മെടഞ്ഞിട്ട നീണ്ട മുടി ഒരു വാലുപോലെ നീണ്ടുവരുന്ന അനുഭവം മനുഷ്യരൂപ പരിണാമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മൃഗാവസ്ഥയുടെ ആ സൂചകം ഒരു ഗർഭിണിയുടെ ലൈഫ് സൈസ് ശില്പത്തിലാണ് അബ്രിയാക്ഷൻ സീരീസിൻ്റെ ഭാഗമായി ചിത്ര കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കലാകാരിയുടെ മുടിമുറിക്കൽ ഇവിടെ വെറും ഒരു പ്രകോപനമല്ല, അത് താൻ ശീലിച്ച സ്വത്വവിചാരങ്ങളുടെ ഒഴിവാക്കലാണ്. അതാകട്ടെ എളുപ്പവുമല്ല. കാരണം ആ ഒഴിവാക്കലിൽ തൻ്റെ തന്നെ ജീവിതരതിയുടെ മൃഗാവസ്ഥകൾ കൂടി ഒഴിവായി പോകാം. മുടി വടിക്കൽ അത്തരത്തിൽ ജിതേന്ദ്രിയത്വത്തിലേക്കുള്ള ഒരു സാംസ്കാരിക അഭ്യാസം കൂടിയാണ്. പുരുഷനെ യോഗിയാക്കുന്നതും പെണ്ണിനെ വിധവയാക്കുന്നതും ഒരേ അഭ്യാസമാണ്. അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. ചിത്ര കൊച്ചി ബിനാലെ കൊടുത്ത കലയുടെ ഒരു പൊതുവിടത്തിൽ വെച്ച് ആചാര നാടകീയതകളോടെ മുടി മുറിച്ചു. അതൊരു പെർഫോമൻസ് ആർട്ട് ആയി. എന്തൊക്കെയോ ആന്തരിക ശുദ്ധീകരണത്തിൻ്റെ സൂചകമായി ആ പ്രയോഗം നിന്നു. പക്ഷെ ജീവിതം പിന്നെയും പെണ്ണിൻ്റേതായി തുടർന്നു, യതിയുടേതായില്ല. ആചാരങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുടെ ബന്ധം വേണ്ടല്ലോ. ആ പെർഫോമൻസ് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ചിത്ര ഒരു ശില്പം ചെയ്തു. യെസ്, ഐ ബിലീവ് ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ എന്ന പേരിൽ. കളിമണ്ണിൽ ഒരൊറ്റ മുഖം, സെൽഫ് പോർട്രേറ്റ് സ്വഭാവങ്ങളുള്ളത്, അതീവ പേലവത്വമുള്ള മുഖഭാവം, ചുണ്ടുകൊണ്ട് എന്തോ പറയാൻ ഉന്നം പിടിക്കുന്ന മുഹൂർത്തം, മുഖത്തും മൊട്ടത്തലയിലുമെല്ലാം വളരെ ശക്തമായ മാംസ സാന്നിധ്യമാണുള്ളത്, മാംസളതയുടെ ലൈംഗിക സാന്നിധ്യമല്ല. അത് ചെയ്യുന്നേരം
അതിലെന്തോ കുറവുള്ളതുപോലെ തോന്നിയിരുന്നതായി ചിത്ര പറയുന്നുണ്ട്. പിൻചുമലിലെ ചില അടയാളങ്ങൾ ചെയ്യുമ്പോൾ അത് വിശിഷ്ടമായ എന്തോ ആയി അനുഭവപ്പെട്ടെന്നും. പക്ഷെ കാഴ്ചക്കാർക്ക് അത് കൂടുതൽ വ്യക്തമായത് പാറ്റ്ന മ്യൂസിയത്തിൽ ഒരു ക്യാമ്പിൽ ചിത്ര പിന്നീട് ഈ പോർട്രേറ്റിനെ ഇരട്ടിപ്പിച്ചപ്പോഴാണ്. ഒട്ടിച്ചേർന്ന് എന്നാൽ വിപരീത ദിശകളിൽ തിരിഞ്ഞു കാണുന്ന രണ്ട് ഒരേ മുഖങ്ങൾ, പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതിയിൽ മൗനമായി പോയ ഒരേ മുഖങ്ങൾ. പിൻചുമലിൽ അടയാളപ്പെടുന്നത് മുടിമടച്ചിലിൻ്റെ ഒരു നെഗറ്റീവ് സ്പേസ് ആണ്. കാമനകളും വിലക്കുകളും ഒരേ സമയം നഷ്ടം വെച്ച സ്ഥലം. അവിടെ വെച്ചാണ് ഒരു ഗുണമുണ്ടാകുന്നത്, ജെൻഡർ അഴിച്ചു കളയാം എന്നാകുന്നത്. മുടി മൊട്ടയടിച്ച അവസ്ഥയിൽ സ്ത്രീ പുരുഷൻ എന്നീ നേരടയാളങ്ങൾ കൂടിയാണ് കിട്ടാതാകുന്നത്. ഈ ഇരട്ടകളെ സ്ത്രീയും പുരുഷനുമായി ചെയ്യാമെന്ന് ചിത്ര ആദ്യം കരുതിയെങ്കിലും ആൺ പോർട്രേറ്റിൽ ഒരു സ്ത്രീ സ്വഭാവവും സ്ത്രീ പോർട്രേറ്റിൽ തിരിച്ചും വരുന്നുണ്ടായിരുന്നു. സമൂഹം ഒരു സ്ത്രീ എന്ന് പറയുന്നതെന്തോ നമ്മളും അതിൻ്റെ ഭാഗമായി തീരുന്നുണ്ട്. പുരുഷനെന്ന് പറയുന്നതെന്തോ അത് നമ്മിലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചിത്രയുടെ ശില്പത്തിൽ നട്ടെല്ലും മുടിമെലച്ചിലും ഒരേ സമയം ഒരു നെഗറ്റീവ് സ്പേസ് ആകുന്നത്. അധികാരങ്ങളും കാമനകളും ഒരേ സമയം നഷ്ടമാകുന്ന ഒരിടത്ത് മനുഷ്യനെന്ന നിലയ്ക്ക് കലാകാരി ഒരു അഴിച്ചുപണി നടത്തുന്നു. ഇത്തരത്തിൽ സ്വജീവിതം കൊണ്ട് പെണ്ണ് പെണ്ണിനെ ഭാവന ചെയ്യുമ്പോൾ പുരുഷാധിപത്യത്തിൻ്റെ ലിംഗവിവേചന പ്രത്യയശാസ്ത്രമാണ് അഴിഞ്ഞു വീഴുന്നത്. ചിത്രയുടെ ശില്പപ്രവൃത്തിയിലൂടെ ശേഷിക്കുന്നത് നൂറ്റാണ്ടുകളുടെ സ്മാരക വലിപ്പങ്ങളാണ്. അതിൻ്റെ വിഗ്രഹാത്മകത പ്രാചീനമായ ദേവതാസങ്കല്പത്തെ ഓർമ്മിപ്പിച്ചേക്കാം. പക്ഷേ അതിൽ തെളിഞ്ഞു വരുന്നത് സമകാലികതയോളം വ്യാപിച്ചു കിടക്കുന്ന ജീവിതത്തിൻ്റെ ഭാരമേറിയ കല്ല് ഊറിയ കറകളാണ്. സ്ത്രീ ശരീരങ്ങൾ അവയുടെ ഏറ്റവും സ്വതന്ത്രമായ ഉറവകളിലായിരിക്കാൻ കഴിയുമ്പോഴൊക്കെ അവ പോളിഷ് ചെയ്ത് സംസ്കരിക്കപ്പെടാതെ നിലനിർത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കലാകാരിയുടെ ശില്പങ്ങളിൽ മൃദുത്വവും തിളക്കവും ചർമ്മത്തിൻ്റെയല്ല. അവർ പ്രജാപതിയുടെ പ്രതാപത്തിൻ്റെ വാഹകരുമല്ല.